ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. അനൻസ് വേൾഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു പൊട്ടറ്റോ ബോൾ പൂരിയായിട്ടാണ് വന്നിരിക്കുന്നത്. പൊട്ടറ്റോ വെച്ചിട്ട് നല്ല ബോൾ പോലുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി ഒരു പൂരിയാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് പൂരിയാണ്. പിന്നെ ഇതിന് പ്രത്യേകിച്ച് കറീൻ്റെ ആവശ്യമൊന്നുമില്ല, വെറുതെ ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് കറി ഉണ്ടാക്കി കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ കറി ഇല്ലാതെയും കഴിക്കാം. നല്ല ടേസ്റ്റുള്ള പൊട്ടറ്റോ വെച്ചിട്ടുള്ളൊരു ബോൾ പൂരിയാണ്. നമുക്ക് എല്ലാ ബോളും ഇതേപോലെ കുറേ നേരം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതേപോലെ ഇരിക്കും. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം ഞാൻ പൊട്ടറ്റോ ബോൾ പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുഴുങ്ങിയ 2 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വേവിച്ചതിന് ശേഷം നന്നായിട്ട് ഉടച്ചെടുക്കണം. കഷ്ണമൊന്നുമില്ലാതെ നല്ലപോലെ എന്തെങ്കിലും മാഷറോ സ്പൂണോ ഇതേപോലെ എന്തെങ്കിലും വെച്ചിട്ട് നല്ലപോലെ പേസ്റ്റ് പോലെ ആക്കണം. മിക്സിയിലിട്ട് അടിക്കരുത്. അതിലോട്ട് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ ഒപ്പം 1/2 കപ്പ് മൈദയും കൂടെ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഗോതമ്പ് പൊടി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. മൈദയും കൂടെ ചേർക്കുമ്പോഴാണ് നല്ല ബോൾ പോലെ പൊന്തി നല്ല ക്രിസ്പായിട്ട് വരുന്നത്. പിന്നെ അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര നല്ലൊരു കളർ വരാനും ഒന്ന് ക്രിസ്പായി വരാൻ വേണ്ടിയിട്ടൊക്കെയാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്, മധുരത്തിന് വേണ്ടിയിട്ടല്ല. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് ചെറിയ ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കാം. ചെറിയ ചൂടുവെള്ളമാണ്. അത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ കുഴച്ചെടുക്കാം. നല്ലപോലെ മയത്തിൽ കുഴച്ചെടുക്കാം. നമുക്ക് സ്പൂണൊക്കെ മാറ്റിയിട്ട് ഇനി കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കാം. അത് നല്ലപോലെ കുഴച്ചെടുക്കാം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഞാൻ ഉണ്ടാക്കിയെടുത്താണിത്. അത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, അപ്പോൾ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. ഞാൻ നമ്മളെ പത്തിരി പ്രസ്സിലാണ് ഉണ്ടാക്കുന്നത്. ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് പരത്തിയെടുക്കാൻ അതാണ് ഈസിയെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. എനിക്കിതാണ് ഈസി, പെട്ടെന്ന് എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ ഞാൻ പത്തിരി പ്രസ്സിന് ഒരു എണ്ണയുടെ കവർ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, അതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം എന്തെങ്കിലും ഒരു കവർ എന്തെങ്കിലും വെക്കുകയാണെങ്കിൽ നമുക്ക് അതിലധികം ഒട്ടിപ്പിടിക്കൊന്നുമില്ല. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഒത്തിരി നൈസാക്കുന്നില്ല, എന്നാൽ ഒത്തിരി കട്ടിയും പാടില്ല. ഒരു ഇടത്തരം കട്ടിയിൽ ആണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. വളരെ പെട്ടെന്ന് എനിക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ ഞാൻ എല്ലാം ഇതേപോലെ ഉണ്ടാക്കിയെടുക്കട്ടെ. പൂരിയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ച് അതിലോട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം മാത്രം പൂരി ഇട്ട് കൊടുക്കുക. എണ്ണ ചൂടായില്ല എന്നുണ്ടെങ്കിൽ ഇത് പൊന്തി വരില്ല. കണ്ടോ, നല്ലപോലെ അപ്പം ഇട്ട് കഴിഞ്ഞ് കുറച്ച് സെക്കൻഡുകൾ കൊണ്ട് തന്നെ ഇത് പൊന്തി വരും. എണ്ണയ്ക്ക് ചൂടില്ല എന്നുണ്ടെങ്കിൽ പൊന്തി വരില്ല കേട്ടോ. നമ്മൾ പൂരി ഉണ്ടാക്കുമ്പോൾ പൊന്തി വരാത്തതിന് പ്രധാന ഒരു കാരണം എണ്ണയുടെ ചൂട് കറക്റ്റ് ആവാനായിട്ടായിരിക്കും. തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കത് കോരി എടുക്കാം. അപ്പോൾ എല്ലാ പൂരി ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. ചൂടിൻ്റെ കാര്യം പ്രത്യേകം ഭയങ്കരമായിട്ട് പുക വരുന്ന പോലെ ചൂടാക്കുകയും ചെയ്യരുത്. അങ്ങനെ ആകുമ്പം തീ ഒന്ന് മെല്ലെ കുറച്ച് കൊടുക്കുക. പിന്നെ പൂരി ഇടാൻ നേരത്ത് ഒന്നുകൂടെ തീ കൂട്ടി കൊടുക്കുക. തിരിച്ച് മറിച്ചിട്ട് 2 ഭാഗവും നല്ലപോലെ ക്രിസ്പാക്കി എടുക്കാം. അപ്പോൾ പൂരി റെഡിയായി. ഇനി ഞാനതെല്ലാം വറുത്തെടുക്കട്ടെ. വറുത്ത് കോരിയതിന് ശേഷം ഞാൻ ഇനി കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. കഴുത്തിൻ്റെ കറുപ്പ് നിറം മാറ്റാവുന്ന ഒരു ഹോം റെമഡി ആയിട്ടാണ് ഞാൻ ഇന്നലെ വന്നിരിക്കുന്നത്. നല്ലൊരു വീഡിയോ ആയിരുന്നു. അത് എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ അത് കാണാത്തവരൊന്ന് പോയി കാണണം. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് ഉപകാരപ്പെട്ടു തോന്നുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളെ ചാനലിൽ ഇനി ഇതേപോലത്തെ കുറേ ഹെയർ ടിപ്സും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മളിനി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. പിന്നെ ഹെയർ ഓയിൽ ആവശ്യമുള്ളവരൊന്ന് അറിയിക്കണം, കമൻറ്റിൽ അറിയിക്കണം. ഞാൻ നമ്പർ തരാം. മുടി വളരാനും മുടി കൊഴിച്ചിൽ മാറാനൊക്കെ ഉള്ള എണ്ണ ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പാരമ്പര്യമായിട്ട് എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കുന്ന എണ്ണയാണ്. ഞങ്ങൾ ചെറുപ്പം മുതലേ തേക്കുന്നതും അങ്ങനത്തെ എണ്ണയാണ്. അപ്പോൾ നമ്മൾ ആവശ്യക്കാർക്ക് അത് കൊടുക്കുന്നുണ്ട്.
എണ്ണ ആവശ്യമുള്ളവർ വീഡിയോയ്ക്ക് താഴെ വന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാനപ്പോൾ ആ കമൻറ്റിൽ വന്നിട്ട് ഞാൻ എണ്ണ ബുക്ക് ചെയ്യാനുള്ള നമ്പർ തരാം നിങ്ങൾക്ക്. അപ്പോൾ ഇതാ ഞാൻ പൂരി എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. കണ്ടോ, ഞാൻ ആദ്യം ഉണ്ടാക്കിയ പൂരിയൊന്നും ഇതുവരെ താന്നു പോയിട്ടില്ല. അതേപോലെ ബോളായിട്ടിരിക്കും. പൊട്ടറ്റോ കൊണ്ടുണ്ടാക്കുന്ന പൂരിക്ക് നല്ല ടേസ്റ്റുമാണ്. വറക്കുമ്പോൾ തന്നെ പൊട്ടറ്റോ വറക്കുന്ന ഒരു മണോ ആണ് ഈ പൂരി വറക്കുമ്പോൾ തന്നെ കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക. വെറൈറ്റി ആയിട്ട് പൂരി ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കൂ. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾ സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ പെട്ടെന്ന് അത് കഴിച്ച് തീർത്ത് പോയിക്കോളും. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.